അൻവർ തൊടുത്തുവിട്ട അമ്പ് കേരള രാഷ്ട്രീയത്തെ ഒട്ടാകെ ഉലച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. CPM രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കി, വലിയ പ്രതിരോധത്തിലുമാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റിയ അവസരം. VD സതീശിനെതിരെ ഉയർന്നു വന്ന ആരോപണം വലിയ രീതിയിൽ ആളിക്കത്തിയില്ല എന്നതും കോൺഗ്രസിന് നേട്ടം തന്നെയാണ്. RSSനെ സംബന്ധിച്ച് മാറി നിന്ന് ആട്ടം കാണാമെന്ന സമീപനം തന്നെയാണ് നല്ലത്. കാരണം അത്തരമൊരു സമീപനം കൊണ്ട് RSSന് അഥവാ BJPക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല. എന്നാൽ മലപ്പുറം രാഷ്ട്രീയത്തെയും പോലീസിന്റെ വ്യവസ്ഥകളെയും ഒന്നടങ്കം കളങ്കപ്പെടുത്തിയ ഇത്തരം ആരോപണം ഉണ്ടായിട്ടും തെളിവുകൾ ഏറെ നിരത്തിയിട്ടും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണമോ പ്രതിഷേധമോ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കേരളത്തിൽ മൊത്തം ആളിക്കത്തിയ ഈ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗിന്റെ കാര്യം കേരള രാഷ്ട്രീയം മറന്നുവെങ്കിലും സ്വന്തം അണികൾ മറന്നില്ല എന്നതാണ് വാസ്തവം. പ്രതിഷേധിക്കാൻ മറന്നുപോയ ലീഗിനെ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അണികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. RSS പോലീസ് ബന്ധം, മലപ്പുറത്തെ പോലീസ് ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങാത്തതിലാണ് മുസ്ലിം ലീഗിൽ ആഭ്യന്തര വിമർശനം. മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനുള്ള സാധ്യത ഉയർന്നിട്ടും പാർട്ടി മടിച്ചു നിൽക്കുന്നുവെന്നാണ് പരാതി. കാഫിർ കേസ് നടത്തിപ്പ് ശരിയായില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതൃപ്തി പ്രകടമാക്കുകയാണ് പ്രവർത്തകർ. ലീഗ് ലീഡേഴ്സിന് മടിയിൽ കനമുണ്ട് എന്നതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് എന്ന് കരുതാം. പക്ഷേ യൂത്ത് ലീഡേഴ്സിനും മൂത്ത ലീഡേഴ്സിനും ഒന്ന് അണികൾക്ക് വേണ്ടിയെങ്കിലും മിണ്ടിക്കൂടെ എന്നാണ് ചില പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ സ്ഥിതിയിൽ ആരും മിണ്ടാതിരിക്കുന്നതിന്റെ കാരണവും അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ലീഡറുടെ സംസാരമാണ് എന്നാണ് മറ്റൊരു കമന്റ്. സമകാലിക സംഭവ വികാസങ്ങളിൽ ലീഗും പോഷക സംഘടനകളും പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ലീഗ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി വിമർശനമുയരുന്നുണ്ട്. MSF പ്രസിഡന്റ് PK നവാസ് SP സുജിത് ദാസിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു വർഷം മുൻപ് തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ അതിലും ആഴത്തിൽ ഒരു ഭരണപക്ഷ MLA തന്നെ ഉന്നയിച്ചിട്ടും യൂത്ത് ലീഗോ MSFോ ഇല്ല എന്നതിലാണ് അണികൾക്ക് അമർഷമുള്ളത്. പോലീസ് RSS ബന്ധം സജീവ ചർച്ചയായിട്ടും ഏറ്റവും ശക്തമായ പ്രതിഷേധമുയർത്തേണ്ട ലീഗും പോഷക സംഘടനകളും നിർജീവം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെയും ലീഗ് പരിഗണിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. കാഫിർ കേസ് കൈകാര്യം ചെയ്തതിൽ വീഴ്ച വന്നെന്ന് പറയുന്ന സന്ദേശങ്ങളും ഗ്രൂപ്പുകളിൽ സജീവം തന്നെയാണ്. യൂത്ത് കോൺഗ്രസും പലതവണ DGP ഓഫീസ് മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തിയിട്ടും യൂത്ത് ലീഗ് കാര്യമായ പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ സംഘടിപ്പിച്ചിട്ടുമില്ല. CPMനോടും മുഖ്യമന്ത്രിയോടും മൃദു സമീപനമാണ് ലീഗിൻ്റെതെന്ന പൊതുവെ വിമർശനമുണ്ടായിരുന്നു. അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ലീഗ് പൊതുവെയും മലപ്പുറത്ത് പ്രത്യേകമായും സ്വീകരിക്കുന്നത് എന്നാണ് പാർട്ടി പ്രവർത്തകർ പരാതിപ്പെടുന്നത്. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയിട്ടും ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ തൊടാതെ സർക്കാർ നീങ്ങുകയാണ്. PV അൻവറിന്റെ പരാതിയിൽ പരാമർശിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ S ശ്രീധരനെയും മാറ്റിയിട്ടും RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആക്ഷേപം നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അനക്കാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല എന്നതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. ഗുരുതരമായ ആരോപണം നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സ്വന്തം ഘടകകക്ഷി പോലും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും എതിർ മുന്നണിയിലെ കിങ് മേക്കേഴ്സ് മിണ്ടുന്നില്ല എന്നത് ദുരൂഹം തന്നെയാണ്. എന്നാൽ ലീഗ് ഈ വിഷയത്തിൽ പൂർണ്ണമായും മിണ്ടുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം AN ഷംസീർ നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരെ PMA സലാം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. AN ഷംസീറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കോളി മാത്രമാണ്, അദ്ദേഹം പോസ്റ്റിൽ കയറി ഗോൾ അടിക്കേണ്ട എന്നുള്ളതായിരുന്നു PMA സലാമിന്റെ വാദം. എന്നാൽ അതേസമയം തന്നെ മലപ്പുറത്തെ ബാധിക്കുന്ന ഇത്ര വലിയ പ്രശ്നമുണ്ടായിട്ടും അതേ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും PMA സലാം നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. തന്റെ നേരെ മറ്റ് ചോദ്യങ്ങൾ വരുന്നതിന് മുൻപേ തന്നെ PMA സലാം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഉയർന്നു വരുന്ന സംശയമാണ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ലീഗ് മൗനം പാലിക്കുന്നത് എന്നത്. ഒന്നല്ലെങ്കിൽ അണികൾ സൂചിപ്പിക്കുന്നത് പോലെ മടിയിൽ കനമുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ ഭയന്നിട്ട്. എന്തു തന്നെയാണെങ്കിലും ലീഗിന്റെ മൗനം യഥാർത്ഥത്തിൽ ദുരൂഹമാവുക തന്നെയാണ്.